പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 29 വരെയുള്ള ശ്ലോകങ്ങളെക്കുറിച്ചാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട ശ്ലോകം 30-ാമത്തെ ശ്ലോകമാണ്. ദേഹി നിത്യമവദ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ദേഹി നിത്യമവദ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ഭാരത, അല്ലയോ അർജുന, സർവസ്യ സർവതിൻ്റെയും, ദേഹേ ദേഹത്തിൽ, അയം ദേഹി ഈ ആത്മാവ്, നിത്യം എല്ലായ്പ്പോഴും, അവദ്യഃ വധിക്കപ്പെടാത്തവനാണ്, തസ്മാത് അതിനാൽ, സർവാണി ഭൂതാനി എല്ലാ ഭൂതങ്ങളെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും, ത്വം നീ, ശോചിതും വ്യസനിക്കുവാൻ, ന അർഹസി അർഹിക്കുന്നില്ല. അല്ലയോ അർജുന, സർവത്തിൻ്റെയും ദേഹത്തിൽ ഈ ദേഹി എപ്പോഴും വധിക്കപ്പെടാത്തവനാണ്. അതിനാൽ തന്നെ ഒന്നിനെക്കുറിച്ചും സർവഭൂതങ്ങളെക്കുറിച്ചും വ്യസനിപ്പാൻ നിനക്ക് അർഹതയില്ല. ഭഗവാൻ ആത്മാവിൻ്റെ അനശ്വരതയെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അർജുനനെ. ഈ ശരീരമാണെന്ന് നീ തെറ്റിദ്ധരിച്ചാൽ പോലും അർജുന, നീ ദുഃഖിക്കരുത്. കാരണം ശരീരം ഇന്നലകളിൽ ഉണ്ടായി, ഇന്ന് നിലനിന്ന് നാളെ മരിച്ചു പോകുന്നതാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ സർവജീവജാലങ്ങളുടെയും ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഞാൻ എന്ന് പറയുന്ന ആത്മാവ് ഒരു ജീവജാലങ്ങളിലും വധിക്കപ്പെടുന്നില്ലെന്നറിയുക. അപ്പൊ ഇതിനർത്ഥം നമുക്ക് ആടിനെ കൊല്ലാം, കോഴിയെ കൊല്ലാം, ഇഷ്ടമുള്ള ഭക്ഷണത്തിന് വേണ്ടി എന്തിനേയും കൊല്ലാം. അപ്പൊ ആത്മാവ് വധിക്കപ്പെടുന്നില്ലെങ്കിൽ അതെങ്ങനെയാണ് പാപമാകുന്നത് എന്നല്ലേ ചോദ്യം. ഈ അർത്ഥത്തിൽ മനുഷ്യനെ കൊല്ലുമ്പോഴും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പാപം നമ്മെ സ്പർശിക്കുന്നില്ലല്ലോ. ഇവിടെ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ദേഹി, ആത്മാവിന് സ്വതന്ത്രമായ നിലനിൽപ്പില്ല. ആത്മാവ് സ്വതന്ത്രമായി നിലനിൽക്കുന്നില്ല. ആത്മാവ് ഏതെങ്കിലും ശരീരത്തിൽ വസിക്കുമ്പോഴാണ് അതിന് വ്യക്തിത്വം ഉണ്ടാകുന്നത് എന്നറിയുക. ആത്മാവിന് വസിക്കുവാൻ ദേഹം ആവശ്യമാണ്. അത് ചിലപ്പോൾ മരത്തിലായിരിക്കാം, പഴുതാരയിലും പാമ്പിലും കീരിയിലോ ചൊറിപ്പുഴുവിലും കുയ്യാനയിലും എന്നിലും നിങ്ങളിലൊക്കെയാണ് ഈ ആത്മാവ് വസിക്കുന്നത് എന്നറിയുക. ആത്മാവിന് സ്വന്തമായി നിലനിൽക്കാൻ കഴിയുന്നില്ല. അതിന് നിലനിൽക്കുവാൻ ഏതെങ്കിലും ഒരു ഉപാധി ആവശ്യമാണ്. ആ ഉപാധിയുടെ പേരാണ് ദേഹം, ശരീരം. എല്ലാ ജീവജാലങ്ങളും ശരീരത്തിലാണ് ജീവിക്കുന്നത്. ശരീരത്തിലൂടെയാണ് നാം അവയെ മനസ്സിലാക്കുന്നത്. എന്നാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന, വസിക്കുന്ന, ശരീരത്തെ ശരീരമാക്കുന്ന ആ മഹാതത്വത്തെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവ് സർവ്വതിൻ്റെയും ദേഹത്തിലുണ്ട്. അത് വധിക്കപ്പെടാത്തതാണ്. അതുകൊണ്ട് അർജുന, നിനക്ക് ചുറ്റും കാണുന്ന ഒന്നിനെ കുറിച്ചോർത്തും നീ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നറിയുക. കാരണം ആരും ശാശ്വതമായിട്ട് ഇവിടെ അങ്ങ് ജീവിച്ചു കളയുവാൻ വേണ്ടി വന്നവരല്ല ഒരു ജീവജാലവും. നേരത്തെ നമ്മൾ പലപ്പോഴായി സൂചിപ്പിച്ചിട്ടുണ്ട്, നിശ്ചയമായി വരാൻ പോകുന്നതും അതിൽ അനിശ്ചിതത്വമുള്ളതും ഒരു കാര്യത്തിലാണ് നമുക്ക്, അത് മരണമാണ്. നിശ്ചയമാണ്, മരണം നിശ്ചയമാണ്. പക്ഷെ അതെപ്പോൾ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട്. നമുക്കറിയില്ല എപ്പോഴാണ് മരണം വരുന്നത്. അപ്പൊ ഏതൊരാൾക്കും ഉത്തമ ബോധ്യമുണ്ട്, എനിക്ക് മരണമുണ്ട്. അങ്ങനെ മരണമുണ്ടെന്ന് ഉത്തമ ബോധ്യമുണ്ടാകുമ്പോൾ നാം അറിയുന്നു, ഈ ദേഹി ദേഹത്തെ ഉപേക്ഷിക്കും. ആത്മാവ് ശരീരത്തെ ഉപേക്ഷിക്കുമ്പോൾ അതിനെ മരണമെന്ന് വിളിക്കുന്നുവെങ്കിൽ ആ മരണം എന്നെ തേടി ഒരു ദിവസം വരുമെന്ന ഉത്തമ ബോധ്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നതാണ് ഒരു സമൂഹത്തിലെ അനവധി പ്രശ്നങ്ങൾക്ക് കാരണം. ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമാണെന്നും ആ ശരീരത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി ചെയ്തു കൂട്ടുന്ന തെറ്റുകളുടെ എണ്ണമാണ് ഓരോ ദിവസത്തെയും പത്രത്താളുകളിലൂടെ
ടെലിവിഷനിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ സമ്പത്തുണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങളെല്ലാം തന്നെ പലപ്പോഴും തെറ്റായി പോകുന്നു. ഭാരതം ധർമാർത്ഥ കാമമോക്ഷം പറഞ്ഞത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അർത്ഥം സമ്പാദിക്കണം, പണം സമ്പാദിക്കണം. ആ അർത്ഥത്തിനനുസരിച്ചുള്ള കാമം, ആഗ്രഹത്തെ ഉണ്ടാവണം. എങ്കിൽ നിങ്ങൾക്ക് ആ കൃത്യമായ ജീവിത പദ്ധതിയിലൂടെ മോക്ഷത്തെ പ്രാപിക്കാൻ കഴിയുമെന്ന് ആചാര്യന്മാർ വിധിക്കുന്നു. ഈ ഭാരതത്തിൻ്റെ ഒരു സവിശേഷത, സഹസ്രാബ്ദങ്ങളായി ഭാരതം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം ധർമ്മമായതുകൊണ്ടാണ്. ഇപ്പം പണം സമ്പാദിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റ് ജോലികൾ ചെയ്യുമ്പോഴും എല്ലാം തന്നെ അടിസ്ഥാനപരമായ ഒരു ധാർമ്മിക ബോധം മറ്റ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഈ ഭാരതത്തിനുണ്ട്. അതേവരിലും നമുക്ക് കാണാം. ഇടയ്ക്കിടെ പത്രത്തിൽ നമ്മൾ കാണുന്നൊരു വാർത്തയാണ്, ഓട്ടോറിക്ഷയിൽ മറന്നുവച്ച 10 പവനും 50,000 രൂപയും ഓട്ടോറിക്ഷ ഡ്രൈവർ തിരിച്ചു നൽകി. വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ 1,00,000 രൂപ വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ഇത്തരം വാർത്തകൾ നിരന്തരം കാണുകയാണ്. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ നന്നേ പാടുപെടുന്നവനായിരിക്കാം. പക്ഷേ തൻ്റെ ഓട്ടോറിക്ഷയിൽ മറന്നു വെച്ചു പോയ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുവിനെ ഉടമസ്ഥനെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിപ്പിക്കുന്നൊരു ധാർമ്മിക ബോധം സദാ മനുഷ്യൻ്റെ മനസ്സിൽ, ഭാരതീയൻ്റെ മനസ്സിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ ചെയ്യുന്നതിന് ഭാരതത്തിനൊരു പരിധിയുണ്ട്. ഭാരതത്തിൽ പിറന്ന ഒരു മതത്തിൽ നിന്നും ഇന്നേ വരെ ഒരു ചാവേറുണ്ടായിട്ടില്ല. ശരീരം മുഴുവൻ ബോംബ് വച്ച് കെട്ടി ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും വിമാനത്തിൻ്റെ ഉള്ളിലും പൊട്ടിത്തെറിച്ചവന്മാരുടെ കൂട്ടത്തിൽ ഒരിക്കലും ഒരു ഹിന്ദു ഉണ്ടായിട്ടില്ല, ജൈനൻ ഉണ്ടായിട്ടില്ല, ബുദ്ധൻ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ അറിയണം. എന്തുകൊണ്ട്? നമുക്കതിന് സാധ്യമല്ല. പാകിസ്ഥാനിൽ നിന്നും ഭീകരന്മാർ ഒത്തിരി നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. അവർ മുംബൈയിൽ വരെ എത്തിയിട്ട് ഭീകരപ്രവർത്തനം നടത്തി 200 നമ്മുടെ ഭാരതീയരെ മുംബൈ ഭീകരാക്രമണത്തിൽ കൊന്നിട്ടുണ്ട്. അക്ഷദാം ക്ഷേത്രത്തിലിട്ട് കൊന്നിട്ടുണ്ട്. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഭാരതം ഈ തീവ്രവാദത്തെ ഭയപ്പെടുന്നുണ്ട്, ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനിലേക്ക് ഒരിക്കൽ പോലും ഒരു ഹിന്ദുവോ ജൈനനോ ബുദ്ധനോ ചാവേറായി കടന്നു ചെന്നിട്ടില്ല. അവിടെ പോയി പൊട്ടിത്തെറിച്ചിട്ടില്ല. ധീരതയില്ലാത്തത് കൊണ്ടാണോ? ഭാരതീയനെ പോലെ ധീരതയുള്ള മറ്റൊരു വിഭാഗം ലോകത്തിൽ എവിടെയാണുള്ളത്? ഭാരതത്തിൻ്റെ ചരിത്രമെല്ലാം തന്നെ ധീരതയുടെ ചരിത്രമാണ്. നമ്മുടെ എല്ലാ ദേവീ ദേവന്മാരുടെയും ശക്തിയെ ഉപാസിച്ചവരാണ് നമ്മുടെ എല്ലാ ദേവീ ദേവന്മാരും. അവിടെ എല്ലാവരുടെയും കയ്യിൽ ഒരു കയ്യിൽ താമരയും ആമ്പലും ഒക്കെ ഉണ്ടെങ്കിലും മറുകയിൽ ചക്രമുണ്ട്, ഗദയുണ്ട്, വാളുണ്ട്, കുന്തമുണ്ട്. അപ്പോൾ നാം ധീരന്മാരായിരുന്നു സഹസ്രാബ്ദങ്ങളായി. എന്നിട്ടും നമുക്കെന്തുകൊണ്ട് പാകിസ്ഥാനി ഇവിടെ വന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെ പൊട്ടിത്തെറിച്ചുകൂടാ എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായ ധാർമ്മിക ബോധം ഓരോ ഭാരതീയന്റെയും ഉള്ളിലുണ്ട് എന്നറിയുക. ഈ ധാർമ്മിക ബോധത്തെയാണ് തട്ടി ഉണർത്തേണ്ടത്. അതിനെ തട്ടി ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് ഈ ശാസ്ത്രങ്ങളെ മുഴുവൻ തന്നത്. അങ്ങനെ അർജുനനെ തട്ടി ഉണർത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അവിടെ അർജുനനുണ്ടായ ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു ആശയക്കുഴപ്പം. എനിക്ക് ശ്രേയസ് ഉണ്ടാക്കുന്നത് ഏത് ധർമ്മമാണ്? ഞാനിവിടെ യുദ്ധം ചെയ്യണമോ വേണ്ടയോ? യുദ്ധത്തിൽ നിന്നും ഞാൻ പിന്തിരിഞ്ഞോടിയാൽ ചിലപ്പോൾ യുദ്ധം ഒഴിവായേക്കാം. അങ്ങനെ ഒഴിവാകുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഒഴിവാകുമല്ലോ, ചോരപ്പുഴ അനാവശ്യമായിട്ട് ഒഴുകില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നോക്കുന്നു. എന്നാൽ നീ യുദ്ധം ചെയ്താൽ ആ യുദ്ധം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് സങ്കല്പിക്കുക. ആ യുദ്ധം ധർമ്മസംരക്ഷണത്തിനു വേണ്ടിയാണ്. ധർമ്മസംരക്ഷണത്തിനു വേണ്ടി യോദ്ധാവ് ആയുധമെടുക്കേണ്ടത് നിർബന്ധ. അതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ രാജ്യത്തിനും പട്ടാളമുണ്ട്. ആ പട്ടാളക്കാരുടെ കയ്യിലെല്ലാം തന്നെ ആയുധങ്ങളുമുണ്ട്. ആയുധമില്ലാത്ത പട്ടാളക്കാരനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. നമ്മുടെ ഭാരതമാണെങ്കിൽ അതിൻ്റെ വരുമാനത്തിൽ നല്ലൊരു ശതമാനവും ആയുധത്തിനു വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്, സൈന്യത്തിനു വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് ചുറ്റും 2 പ്രധാനപ്പെട്ട ശത്രു രാജ്യങ്ങളുണ്ട്. നമുക്ക് അവരോട് ഒരു ശത്രുതയുമില്ല. ഗൃണ്ണന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്രാഹ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഈ വിശ്വത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കി തീർക്കൂ അമൃതത്വത്തിൻ്റെ അരുമക്കിടാങ്ങളെ, അമൃതസ്യ പുത്രാഹ
എന്ന് പറഞ്ഞവരാ നമ്മൾ. വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞവരാ. നമുക്ക് പാകിസ്ഥാനിയോടോ ചൈനക്കാരനോടോ ഒന്നും ഒരു വിരോധമോ വെറുപ്പോ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടില്ല. എന്നാൽ തിരിച്ച് ഇങ്ങോട്ടങ്ങനെയല്ല. അവിടെയാണ് നാം ജാഗ്രത കാണിക്കുന്നത്. അത്യന്താധുനികമായ ആയുധക്കോപ്പുകൾ നമുക്ക് മേടിച്ചു വെക്കേണ്ടി വരുന്നത് നമുക്ക് ചുറ്റും നേപ്പാളും ഭൂട്ടാനും മ്യാൻമാറും ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ചൈനയും പാകിസ്ഥാനും ഉള്ളത് കൊണ്ടാണ്. ഭാരതം അണുവായുധം പരീക്ഷിച്ചപ്പോൾ പറഞ്ഞു, ആദ്യമായിട്ടൊരിക്കലും ഞങ്ങൾ അണുവായുധം പ്രയോഗിക്കില്ല. എന്നാൽ ഭാരതത്തിന് നേരെ ആരെങ്കിലും അണുവായുധം പ്രയോഗിച്ചാൽ ഞങ്ങൾ ആ രാജ്യത്തെ ബാക്കി വച്ചേക്കില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരുന്നു നമുക്ക് അണുവായുധം അടിയന്തരമായി പരീക്ഷിക്കേണ്ടി വന്നത്? ഇത് പാകിസ്ഥാന്റെ കയ്യിലുണ്ടായിരുന്നു. അവർ ഭീകരന്മാരുടെ കയ്യിലേക്ക് ഇത് എത്തപ്പെട്ടാൽ ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന് അപകടമാവും. അതിനു മുമ്പ് എൻ്റെ രാഷ്ട്രത്തിന്റെ കയ്യിലും ഇതുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇവിടെയെല്ലാം ഞാൻ പറഞ്ഞു വന്നത്, അടിസ്ഥാനപരമായ ധാർമ്മിക മൂല്യത്തിൽ നിന്നുകൊണ്ടാണ് ഭാരതം സഞ്ചരിക്കുന്നത്. ആ മൂല്യബോധത്തെ ഉയർത്തുമ്പോൾ കർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ ശ്രമിച്ച അർജുനനെ കർമ്മ നിപുണനാക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത ഭഗവാൻ നാരായണന് ഉപദേശിക്കുകയാണ്. അർജുനനെ നിമിത്തമാക്കി നമ്മളോടെല്ലാവരോടും സമസ്ത ലോകത്തോടും ഉപദേശിക്കുകയാണ്. അങ്ങനെ ഉപദേശിക്കുമ്പോൾ അർജുനനോട് ആദ്യം ഭഗവാൻ പറയുന്നത് നീ ശരീരമല്ല എന്നാണ്. നീ കൊല്ലില്ല എന്നല്ലേ പറയുന്നത് അർജുന, പക്ഷേ നീ കൊല്ലുന്നത് ഈ ശരീരത്തെ മാത്രമാണ്, ദേഹിയെ ആത്മാവിനെ കൊല്ലുവാൻ സാധ്യമല്ല. അങ്ങനെ പറഞ്ഞു തുടങ്ങി 30-ാമത്തെ ശ്ലോകത്തിലേക്ക് വന്നെത്തുമ്പോഴേക്കും പറയുന്നു, ഒരു തലത്തിലേക്ക് അർജുനെ എത്തിച്ചിരിക്കുകയാണ്. നീ ചുറ്റും കാണുന്ന ഒരു ജീവജാലങ്ങളെയും കൊല്ലുവാൻ വധിക്കുവാൻ നിനക്ക് സാധ്യമല്ല, അവരുടെ ആത്മാവിനെ വധിക്കുവാൻ. ദേഹം ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന ദേഹത്തെ മാത്രമേ അർജുന നിനക്കില്ലാതാക്കാൻ സാധ്യമാകൂ. അതുകൊണ്ട് ഒരു ഭൂതങ്ങളെക്കുറിച്ചും, ഭൂതം എന്ന സംസ്കൃത പദത്തിന് ജീവജാലങ്ങൾ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അവിടെ ഒരു ഭൂതങ്ങളെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും ദുഃഖിക്കുവാൻ നീ അർഹിക്കുന്നില്ല എന്ന് ഭഗവാൻ ഓർമ്മപ്പെടുത്തുന്നു 2-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകത്തിലൂടെ. 31-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് നാളെ സംവദിക്കാം. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.